ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു DIY ജ്വല്ലറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ MCയിലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ നമുക്ക് 2 പാക്കറ്റിലായിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ MCയിൽ കിട്ടുക. നമ്മൾ ഈക്വൽ പാർട്സ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിച്ചിരിക്കാണ്ട് ഒരു ഗ്രിപ്പ് സ്മൂത്ത്നെസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടാൽക്കം പൗഡർ ഉപയോഗിക്കണമെന്ന് മാത്രം. ഇത് ഞാനിപ്പോൾ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അച്ചാണിത്. നമ്മൾ സിൽക്ക് ത്രെഡിന് കൂടുതലൊക്കെ സിൽക്ക് ത്രെഡൊക്കെ ചുറ്റാനൊക്കെ ആയിട്ടാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കാറ്. ഇതിൻ്റെ കൊട്ടക്കമ്മലിൻ്റെ സൈസിൽ കിട്ടും, ഇതേപോലത്തെ ഷേപ്പിൽ കിട്ടും, റൗണ്ടിനുള്ള ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതെൻ്റെ ഉണ്ടായിരുന്നു ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണത്, അച്ചാണത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ MCയിൽ വെച്ച് ഒട്ടിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ അധികം വിലയില്ല. ഒരെണ്ണത്തിന് 2 രൂപയോ 3 രൂപയോ അങ്ങനെയായിട്ടായിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. അങ്ങനെ പെയറായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊരു സെറ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതില്ലാത്തവരെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ, ആ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നമ്മൾ ഇതേപോലെ ഔട്ട്ലൈൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ലൈൻ ഏതാണെന്ന് വെച്ചാൽ അത് വരച്ചു കൊടുത്തിട്ട് ഈ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെട്ടിയൊട്ടിച്ചാലും മതി. ബോട്ടിലിൽ ഉപയോഗിച്ചിട്ട് ചെയ്യണത്, അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ചെയ്യണത് നെക്സ്റ്റ് ഇയറിങ്ങിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ MCയിൽ ഇതിൽ ഫുള്ളും നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ടാൽക്കം പൗഡർ ഉപയോഗിച്ചൊന്ന് സ്മൂത്താക്കി കൊടുത്തു. അപ്പോൾ നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. എല്ലാതും പരമാവധിയൊക്കെ അങ്ങനെ ഒരേ തെക്കും പൊക്കൊന്നും ഇല്ലാണ്ട് പൊങ്ങി നിൽക്കാത്ത വിധത്തിൽ അങ്ങനെ സ്മൂത്താക്കി എടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു മിറർ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്കിതിൽ ചെയ്യാം. നമുക്ക് എന്ത് ടൂള് വേണമെങ്കിലും നമുക്ക് ടൂളൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കിയിരുന്നു. എനിക്ക് അച്ഛൻ ഉണ്ടാക്കി തന്നിരുന്നു. നമ്മുടെ കമ്പിയുടെയും അതിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഓരോ ടൂൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ ഈ ടൂളൊക്കെ ഇനി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പേനയുടെ നിബ്ബ് ഉപയോഗിച്ച് ഇതേപോലെ കുത്തി 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 കൊടുക്കുക ചെയ്തത്. അതിനുശേഷം ബാക്കിൽ നമ്മൾ സ്റ്റഡ് ഒട്ടിച്ചു. ഞാൻ അവിടെ ഫാബ്രിക് ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ചത്. അതിനുശേഷം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനൊരു ഓക്സിഡൈസ്ഡ് സിൽവർ, ഓക്സിഡൈസ്ഡ് ഗോൾഡ് അങ്ങനെ ഒരു പാറ്റേണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ബ്ലാക്ക് കളറ് 2 എണ്ണത്തിലും അടിച്ചു കൊടുക്കുകയാണ്. ഒരു കോട്ടിങ് കൊണ്ട് തന്നെ എനിക്ക് ബ്ലാക്ക് കളർ 1-2 കോട്ടിങ് കൊണ്ട് കിട്ടി. ഇത് മെറ്റാലിക് പൗഡറാണ്. നമുക്കത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, മെറ്റാലിക് ഗോൾഡും മെറ്റാലിക് പൗഡറൊക്കെ. അപ്പോൾ ഞാൻ മെറ്റാലിക് ഗോൾഡും മെറ്റാലിക് സിൽവറൊക്കെ, ആ സിൽവർ പൗഡർ ഞാൻ ഇതേപോലെ നമ്മുടെ കയ്യിൽ ഞാൻ ജസ്റ്റ് മൂടിയിൽ നിന്ന് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കണു. എക്സസ് ആയിട്ടുള്ള ഭാഗം നമ്മളിപ്പോൾ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു തുണി കൊണ്ടോ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ പൗഡർ ആവാത്ത ഭാഗം കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ എക്സസ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ പറ്റി പിടിച്ചിരിക്കുക പോരില്ല, പിന്നെ കയ്യിലേക്ക് പോരില്ല. അത് അങ്ങനെയായിട്ട് 2 എണ്ണത്തിലും നമ്മൾ ഇതേപോലെ മെറ്റാലിക് സിൽവർ പൗഡർ നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇത് എന്ന് പറയണത് മുത്തിൻ്റെ മാലയാണ്. നമ്മൾ ഈ ജ്വല്ലറി കടയിലും ക്രാഫ്റ്റ് കടയിലൊക്കെ കിട്ടും. ഇതിങ്ങനെ ഒരു വലിയൊരു മാലയായിട്ടാണ് കിട്ടുക. ഞാനപ്പോൾ അതിൽ നിന്നൊരു തുണ്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ ചുറ്റോറം ഈ കുഞ്ഞ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. വൈറ്റ് ബീഡാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഡയമണ്ട് മിററിൻ്റെ ചുറ്റോറും നമുക്ക് വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അതിൻ്റെ ഒരുവിധം ഷേപ്പിൽ ഒട്ടിച്ചു. പിന്നെ 2 മുനമ്പിൽ മാത്രം ഒട്ടിച്ചില്ല. പറ്റുന്ന പോലെ ഒട്ടിക്കുക. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഡിസൈനുകൾ, നമുക്ക് വേറെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പൊട്ടിയ മാലയുടെയോ അങ്ങനെ എന്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ഒരു മെത്തേഡ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് 2ാമത്തെ ഒരു ഇയറിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതേപോലെ റൗണ്ട് നമ്മൾ ഏതാണോ ഷേപ്പ്, എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നമ്മളൊരു പേന കൊണ്ട് മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിൽ MCയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതാവുമ്പോൾ നമുക്ക് അടിവശമായാലും മോൾവശമായാലും നമുക്കൊരു ഫ്ലാറ്റായിട്ട് കിട്ടും. ഇത് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. MCയിൽ മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുകയോ ചെയ്യാം. ബോട്ടിൽ വേണമെന്നില്ല. 3ാമതായിട്ട് ഞാനങ്ങനെ MCയിൽ മാത്രമായിട്ട് വെച്ചാണ് ഉണ്ടാക്കണത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക.
ഇതിൽ ഞാൻ ബോട്ടിലിൻ്റെ അപ്പോൾ ബോട്ടിൽ നിന്ന് വെട്ടിയെടുത്ത മുകളിലായിട്ട് നമ്മൾ MC ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഞാനൊരു പേനയുടെ നിബ് എടുത്തിട്ട് പേനയുടെ റീഫില്ലെടുത്തിട്ട് ചെയ്യാണ്. ഇതേപോലെ കുത്തി കുത്തി കൊടുക്കുകയാണ്. വേറെ കത്രികയോ അല്ലെങ്കിൽ കുഞ്ഞു നല്ല കൂർത്ത മോനുള്ള എന്തെങ്കിലും, ഇത് പറയുമ്പോൾ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൽ തന്നെ ഉപയോഗിക്കുന്ന ഇതാണ്, കമ്പിയാണ്. നമ്മൾ കുളത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പിയാണ്. അപ്പോൾ ആ കമ്പി കൊണ്ട് ഞാൻ അങ്ങനെ കുത്തി കുത്തി കൊടുത്തു, അങ്ങനെ വര ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ വീണ്ടും അങ്ങനെ ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്യാം. നമ്മുടെ യുക്തിപൂർവ്വം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകളൊക്കെ ചെയ്യാം. അതിനുശേഷം ബാക്കിൽ ഞാൻ ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് ഒട്ടിച്ചത്. എന്നിട്ട് ഈ ഫാബ്രിക് ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം എൻ്റെ കയ്യിൽ വെഗ ക്യുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർ ഗ്ലൂ പോലത്തെ ഒരു പശയുണ്ട്, അത് ഞാൻ ഒട്ടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. ഒന്നുകൂടി ഒരു ഉറപ്പിനില്ലെങ്കിൽ ഗ്ലൂ കണ്ണുള്ളവർ ഗ്ലൂ കണ്ണുകൊണ്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫാബ്രിക് ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം ആ വെഗ ക്യുക്ക് കൊണ്ട് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ആയാലും മതി, നമുക്ക് അതുകൊണ്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിരുന്നു. അതിന് അതിൽ കാണിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും ഇതിൽ ബ്ലാക്ക് പെയിൻറ്റ് തന്നെ അടിക്കുന്നത്. ഫുള്ള് രണ്ടെണ്ണത്തിലും ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഇതിൽ മെറ്റാലിക് ഗോൾഡ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത് ഇതേപോലെ കുറച്ച് നമ്മുടെ വിരലെടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. രണ്ടെണ്ണത്തിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക. എക്സസ് ആയിട്ടുള്ളത് നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് തുടയ്ക്കുകയോ അല്ലെങ്കിൽ നല്ല തുണി കൊണ്ടോ തുടച്ച് അങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ മാറ്റിയെടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ പോരില്ല കേട്ടോ. അങ്ങനെയായിട്ട് നമ്മുടെ സെക്കൻഡ് ഇയറിങ്ങും റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് മുത്തുകൾ കല്ലുകളോ അങ്ങനെ എന്ത് നമ്മുടെ വെക്കാം. ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ മതി, ഇല്ലെങ്കിൽ ഞാനത് നടുക്കിലൊരു നമ്മുടെ ഹാഫ് ബീഡ് ഉപയോഗിക്കുകയാണ്. ഗോൾഡ് കളറുള്ള ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് ഫാബ്രിക് ഗ്ലൂ കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഹാഫ് ബീഡ് രണ്ടെണ്ണത്തിലും ഇതേപോലെ നടുക്കിൽ മാത്രമേ ചെയ്യണുള്ളൂ. ഫുള്ള് നമുക്ക് ഇതേപോലെ ബീഡ്സ് വർക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഹാഫ് ബീഡ് നടുക്കിലൊട്ടിക്കുക. ഇങ്ങനെ നമുക്ക് സ്റ്റോണിൻ്റെ ഒക്കെ മാല കിട്ടും. നമുക്ക് കല്ലിൻ്റെ മാലയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഫുള്ള് അങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കാം. അടുത്തതായിട്ട് ഞാൻ ഒരു ലോക്കറ്റ്, സിമ്പിളായിട്ട് ലോക്കറ്റ്, കാരണം ഇത്രയ്ക്ക് നമുക്ക് ബാക്കി വന്നു. ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കുഴച്ചത്, അതായത് നമ്മൾ മിക്സി എടുത്തത് ബാക്കി വന്നതാണ്. അപ്പം ഞാൻ അതുകൊണ്ടൊരു 2 ഇയറിങ് ഉണ്ടാക്കാൻ എന്തായാലും തികയില്ല. അപ്പോൾ എന്തായാലും ഞാനൊരു ലോക്കറ്റ് പോലെ, സിമ്പിളായിട്ടുള്ള ലോക്കറ്റ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിങ്ങനെ ഞാൻ വെറുതെ ഷേപ്പിൽ വട്ടത്തിൽ നമ്മൾ ഒരു സർഫേസിൽ വെച്ചിട്ട് അമർത്തിയിട്ട് ഇതേപോലെ എടുത്തു. അതിന് ശേഷം നമ്മുടെ കമ്പി, മാലയ്ക്ക് ഉണ്ടാക്കണ കമ്പിയിൽ, കുളത്തുണ്ടാക്കണ കമ്പി അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കി വെക്കുക ചെയ്തത്. അത് പോരൊന്നുമില്ല കേട്ടോ, ഉണങ്ങി കഴിഞ്ഞാൽ റെഡി ആയിരിക്കും. ഉണങ്ങാനായിട്ട് മുന്നേ ഞാൻ അതേപോലെ നമ്മുടെ സ്പ്രേ കുപ്പിയുടെ മൂടിയാണത് ഞാൻ സ്പ്രേ ബോട്ടിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ മൂടി ഊരിയെടുത്തത് ഞാൻ എടുത്തതാണ്. അത് ഇതേപോലെ ഒരു റൗണ്ട് വെച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ മാത്രം കൊടുത്തു. ഫുള്ള് ഡിസൈൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു. ഇതിന് മെറ്റാലിക് പൗഡർ, ഗോൾഡ് പൗഡർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഗോൾഡ് പൗഡറിൻ്റെ ഒരു കോട്ടിങ്ങും കൂടി കൊടുത്തു. അതിനുശേഷം ഞാനൊരു മിററാണ് ഇതിൽ നടുക്കിൽ ഒട്ടിച്ചത്. വെറുതെ ജസ്റ്റ് അങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നടുക്കിൽ നമുക്ക് വേറെ വല്ല കളർ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. റെഡോ ഗ്രീനോ അങ്ങനെ എന്തെങ്കിലും കളർ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു വട്ടത്തിലുള്ള ഒരു മിറർ അപ്ലൈ ചെയ്യുക ചെയ്തത്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള, ഞാനിപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് വല്ലാണ്ട് ഇതായിട്ടുള്ളത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് കാണിച്ചു തരികയാണ്. നിങ്ങളിതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇനി ഞാൻ ഇതേപോലെ പല ഷേപ്പിലും പല ആയിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ്, അതായത് നമുക്ക് MC കൊണ്ടും മറ്റുള്ള നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജ്വല്ലറീസ് ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മറക്കാതെ നോക്കണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 3 ജ്വല്ലറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.